ഹായ്, എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ വെയിറ്റ് ലോസ് എന്താ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ വെയിറ്റ് കുറച്ചത് എങ്ങനെയാണ്, എൻ്റെ വെയിറ്റ് കുറച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എന്തൊക്കെയാണ്, അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം പല ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ ഈ സ്റ്റോറി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ 2024 നവംബർ 13 വരെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 73 കിലോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 147 കിലോ സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പം എൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്, പക്ഷേ വെയിറ്റ് ഭയങ്കര ഓവർ വെയിറ്റ് ആണ്. അപ്പം ഞാൻ ഒരു ഒബിസിറ്റി എന്നുള്ള ഒരു സ്റ്റേജായി, ഒബിസിറ്റി 1 എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയ ഞാനാണ്. അപ്പം എന്താ പറയണ്ടേ, അപ്പം ഞാൻ ഇതേപോലെ കൂടുതലും ഈ ഓയിലി ഫുഡ് കഴിക്കും, പാക്കറ്റ് ഫുഡ് കഴിക്കും. ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ ബർഗറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും കഴിച്ചില്ലെങ്കിലും പാക്കറ്റ് ഫുഡ് നല്ല കഴിക്കും. അതുപോലെ തന്നെ ഈ ഓയിലി ഫുഡ് എൻ്റെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഷുഗർ ഒരു ദിവസം ഒരു 4 കാപ്പി 4 ചായയെങ്കിലും ഞാൻ കുടിക്കും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഷുഗർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും പാക്കറ്റ് ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേപോലെ പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. 2-3 മാസം കഴിയുമ്പോഴൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഞാനൊരു ഗൈനിക്കിനെ കണ്ടു. അപ്പം ഡോക്ടർ എന്താ പറയണ്ടേ, ഒരു നല്ലൊരു ഡോക്ടറാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ഡോക്ടറാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ട് നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മുടെ എല്ലാ സ്റ്റോറിയും ഫുള്ളും കേട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറിൽ പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിനെ ഞാൻ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് വളരെ മോശം പോകുന്ന അവസ്ഥയാണ്, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ഇതാവും. അപ്പം എനിക്ക് എൻ്റെ ഈ ഏജിലൊക്കെ ഇത്രയും ഓവർ ഒബിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ ഒരു 100 കിലോ ഒക്കെ എത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു മാസം ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി. അപ്പോഴും ഞാൻ വലിയ എന്താ പറയണ്ടേ, വലിയ ഇതൊന്നും കൊടുത്തില്ല, പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഞാൻ തമാശിച്ചുകൊണ്ടിരുന്നു. അപ്പം ഷുഗർ ചെന്ന് നോക്കിയിട്ട് ചെന്നപ്പോൾ പ്രീ ഡയബറ്റിക് എന്നൊരു സ്റ്റേജിൽ, അതായത് ഷുഗറിന് മുമ്പുള്ളൊരു സ്റ്റേജ്, അത് അവിടെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഷുഗർ വന്ന് നമ്മുടെ ഈ എന്ന് വെച്ചാൽ എൻ്റെ ഏജിൽ ഈ ഷുഗർ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു ഏജ്. അപ്പം അങ്ങനെ പറഞ്ഞു എന്നോട്, ഡയറ്റും എക്സസൈസും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റും എക്സസൈസ് നവംബർ 13 തൊട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം ഞാൻ കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്തു, ഡയറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് 14 കിലോ ഞാൻ ലോസ് ചെയ്തു. ഇപ്പം ഈ എന്നെ കാണുമ്പം നിങ്ങൾക്ക് എൻ്റെ ഈ നേരത്തെ എൻ്റെ മുഖമൊക്കെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഇതുണ്ട്, ഡബിൾ ചിഹ്നം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്കിപ്പോൾ കുറഞ്ഞു. ഇവിടെയൊക്കെ ഇങ്ങനെ ജോ ലൈനൊക്കെ തെളിയുന്നു. അപ്പോൾ എനിക്കിപ്പം ഞാൻ 73-ൽ നിന്ന് 59 കിലോയിലോട്ട് എത്തിയേക്കുവാണ്. ഇനിയും ഞാൻ ലോസ് ചെയ്ത് എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത് 50 കിലോ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, ആർക്കും പറ്റും. നമ്മളിത് കുറേ പേര് എന്നോട് പറഞ്ഞു. ഞാൻ കുറച്ച് വെയിറ്റ് ലോസ് കുറച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റോറി, പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും കൂടി ഇട്ട് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എങ്ങനെ സാധിച്ചു, ഇനി ഞങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാവരും കൊണ്ട് ഉറപ്പായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ അത് സക്സസ് ആവും. അപ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് നല്ല തടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തില്ല, ഭയങ്കര മടിയുടെ ആളാണ്. കാരണം ഒരു ദിവസം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദിവസം നിർത്തും, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അത് ഞാൻ അങ്ങനെ ഒന്നും എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടി. ഞാൻ തന്നെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. എന്താ പറയണ്ടേ, ഒരിക്കലും കുറയത്തില്ല, എളുപ്പ വഴിയിൽ എങ്ങനെ കുറയ്ക്കാം, എന്തെങ്കിലും പൊടി മേടിച്ച് കഴിച്ച് കുറയും, അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഈ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്തു. അപ്പം ആദ്യത്തെ ഒരു മാസം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നടക്കുക ചെയ്തത്. അതായത് നല്ല പോലെ നടക്കുക. രാവിലെ ഒരു എന്താ പറയണ്ടേ, ഒരു 5000 സ്റ്റെപ്പ് കവർ ചെയ്യുക എന്ന രീതിയിൽ നല്ല പോലെ ഒരു മാസം നടന്നു. കാരണം പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, എനിക്ക് പെട്ടെന്ന് മടിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്താൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഒരു മാസം കണ്ടിന്യൂസ് നടന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ചെയ്തത് ഷുഗർ കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത്. അതായത് ഈ ഒരു ദിവസം ഒരാഴ്ച 1 സ്പൂണ്, പിന്നെ അത് കുറച്ച് 1/2 സ്പൂണ്, അങ്ങനെ കണ്ടിന്യൂസ് ഞാനിപ്പോൾ ഷുഗർ ഫുള്ളി കട്ട് ചെയ്തു. ഇപ്പം വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് മാത്രം കഴിക്കും. അല്ലാതെ ഇപ്പം എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഷുഗർ കഴിക്കുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഷുഗർ കട്ട് ചെയ്തു. പിന്നെ സ്നാക്സ് ഫുള്ളി ഞാൻ അവോയ്ഡ് ചെയ്തു.
നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നടക്കും. നമ്മൾ വിചാരിക്കാത്തത് കൊണ്ടാണ്. കാരണം ഈ ഇപ്പോഴേ ഷുഗർ വന്ന് തട്ടി പോകണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇനിയും കഴിക്കണമല്ലോ. സ്വീറ്റ്സ് ആയാലും ഇനിയും പലഹാരം ആയാലും ഒക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ തട്ടി പോകണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഞാൻ ഓയിലി ഫുഡ് ഫുള്ളി അവോയ്ഡ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഞാൻ ഒരു 4 ദോശ കഴിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ 4 ഇഡ്ഡലി കഴിക്കും, ഒരു കുറ്റി പുട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ അളവ് പയ്യെ പയ്യെ കുറച്ച് ഇപ്പോൾ 2 ദോശ അതിൻ്റെ കൂടെ കറി കൂടുതലായിട്ട് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി കൂടുതൽ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഇപ്പം 2 കൈ ചോറ്. ആദ്യമൊക്കെ ഞാൻ സാലഡ് യൂസ് ചെയ്യുമായിരുന്നു. ക്യാരറ്റ്, വെള്ളരി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കറി തോരൻ കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാർ കൂടുതൽ കഴിക്കുക. അങ്ങനെ ആയപ്പോൾ നമുക്ക് ചോറിൻ്റെ അളവ് എനിക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റി. പിന്നെ ഞാനിപ്പം കഴിക്കുന്ന ചോറെന്ന് പറഞ്ഞാൽ റൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തവിട് കൂടിയ അരിയാണ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ഡിന്നറിന് 4 ഞാൻ സെയിം മോർണിംഗിന് കഴിക്കുന്ന അതേ അളവിലായിരുന്നു പണ്ട് 4 ദോശ, 4 ഇഡ്ഡലി, ഒരു കുറ്റി പുട്ട്, അതുപോലെ എന്തായിട്ടുണ്ടെങ്കിലും 4 കുറയാതെ തിന്നത്തില്ല. കാരണം ഡിന്നർ എനിക്ക് തിന്നില്ലെങ്കിൽ വട്ട് പിടിക്കും. അതിന് പകരം ഞാൻ ഡിന്നറിന് ഇപ്പം 2 ദോശ, അതുപോലെ കടലക്കറികളുടെ അളവ് ഭയങ്കരമായിട്ട് കൂട്ടി. അതുപോലെ തന്നെ സാലഡ് ഉറപ്പായിട്ടും കഴിക്കും. പിന്നെ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ സ്നാക്സിന് പകരം ഞാൻ കഴിക്കുന്നത് ഒരു ബൗള് ഫ്രൂട്ട്സ്, എന്ത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ആ ഒരു ഫ്രൂട്ട്സ് ഒരു ബൗൾ കഴിക്കും. അതിൻ്റെ കൂടെ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ സ്വീറ്റ്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ബെസ്റ്റ് ഒരു ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ സ്വീറ്റ്സ് കഴിക്കാനുള്ള ഒരു ഇതങ്ങ് മാറും, ക്രേവിങ്സ് അങ്ങ് മാറി കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കും, ഇടയ്ക്കൊക്കെ എണ്ണ പലഹാരം കഴിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ ഈ സ്നാക്സോ അല്ലെങ്കിൽ ഈ ഫുഡ് നമ്മുടെ ഈ വീട്ടിൽ കഴിക്കുന്ന പോലെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കരിക്ക് മേടിച്ച് കരിക്കിൻ്റെ വെള്ളവും കുടിക്കും, കരിക്കിൻ്റെ നാമ്പും കഴിക്കും. അപ്പം നമുക്ക് ഒരുവിധം നമ്മുടെ എന്താ പറയണ്ടേ വിശപ്പ് കുറയും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 1 മണിക്കൂർ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത്, അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ഇത്രയും ലോസായി. എനിക്കിപ്പം എൻ്റെ 14 കിലോ എനിക്ക് 6 മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി. അതുപോലെ തന്നെ ഞാൻ അലർജി ഉള്ള ഒരാളാണ്. എനിക്ക് തണുപ്പ് ഭയങ്കര അലർജിയാണ്. അപ്പം അതിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. അപ്പം ഈ 73 കിലോ ഒക്കെ ആയപ്പോൾ എനിക്ക് ഈ അലർജി ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ ഇപ്പം എൻ്റെ അലർജിയൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പം എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ട്. അതുപോലെ എൻ്റെ ബോഡിയിൽ എൻ്റെ കോൺഫിഡൻസ് കൂടി. മറ്റേത് എൻ്റെ കോൺഫിഡൻസിൻ്റെ ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ലെവലാണ്. എന്ന് വെച്ചാൽ പുറത്തിറങ്ങാനോ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സോ ഒന്നും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പം ഞാൻ XXL ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എല്ലായി, സൈസ് കുറഞ്ഞ് എല്ലിലോട്ട് എത്തി. അപ്പോൾ ഇനി എൻ്റെ ടാർഗറ്റ് ഒരു 50 കിലോ ആക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നാണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ എന്താ, അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല ആൾക്കാരും പല കാരണങ്ങൾ കണ്ടെത്തും, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ധാരണ പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുക, ആഹാരം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, ചോറ് നിർത്തി ചപ്പാത്തി കഴിക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, കൂടുതൽ കറികൾ കൂട്ടുക, അതുപോലെ തന്നെ അങ്ങനെ കൂടുതൽ കറികൾ കൂട്ടുക. അതുപോലെ തന്നെ ഷുഗർ വളരെ പയ്യെ കുറയ്ക്കുക, അല്ലാതെ പെട്ടെന്ന് ചാടി കയറി കുറയ്ക്കാതെ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഇപ്പം ഒരാഴ്ച അടുപ്പിച്ച് 1 സ്പൂൺ കഴിക്കുക, പിന്നെ അരയാക്കുക, പിന്നെ ഇച്ചിരി ആക്കുക, അത് കുറച്ച് അങ്ങനെ നമ്മൾ കഴിച്ച് ഉറപ്പായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്ത് ഇപ്പം ഞാൻ 6 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ഷുഗർ കഴിക്കുന്നില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ കഴിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയറായി. എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എനിക്കൊരു ഞാൻ ഇപ്പം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഒരു മേക്കപ്പ് ഒന്നും കണ്ണ് പോലും എഴുതിയിട്ടില്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയറായി. എൻ്റെ ഇവിടുത്തെ ജോ ലൈൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ക്ലിയർ ആവുന്നു. നേരത്തെ എനിക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഡബിൾ ചിന്നൊക്കെ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. എൻ്റെ ഫേസ് ഇപ്പോൾ ഒരു നല്ല ഒതുങ്ങി. അതുപോലെ തന്നെ എൻ്റെ വണ്ണം മൊത്തത്തിൽ കുറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജ് മാർക്ക് കിട്ടി. എൻ്റെ പീരീഡ്സ് റെഗുലറായി. അങ്ങനെ വെയിറ്റ് കുറച്ചാൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഗുണങ്ങളുണ്ട്. പിന്നെ ഇപ്പം ബോഡി ഷെയിം ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുതെന്ന്. നമ്മളിപ്പം പുറമേ എത്ര ഈ വണ്ണമുള്ളവർ പറയും ബോഡി ഷെയിം ചെയ്യല്ല, ഈ വണ്ണം നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ നമുക്ക് അവർക്ക് ഭയങ്കര ഫീലായിരിക്കും ഈ വണ്ണം എങ്ങനെയെങ്കിലും കുറയ്ക്കണം. കാരണം വണ്ണമുള്ളത് ചിലർക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടാലും. പക്ഷേ ഒരുപാട്
ഒരുപാട് നെഗറ്റീവ് ഇതുണ്ട്. അതായത് നമുക്ക് പലതരത്തിലുള്ള അസുഖം വരും. നമുക്ക് എന്താ പറയണ്ടേ, അതുപോലെ തന്നെ എനിക്ക് എന്നും അസുഖമായിരുന്നു. എന്നും അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് 73 കിലോ ഉള്ളപ്പോൾ എല്ലാ ദിവസവും എനിക്ക് അസുഖം. രാവിലെ എണീക്കാൻ വയ്യ, ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, എനിക്കങ്ങ് അസുഖം. പക്ഷേ ഇപ്പം വെയിറ്റ് കുറഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു 6 മാസത്തിന് ഉള്ളിൽ ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് ആകെ പീരീഡ്സ് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടി, വളരെ കൂടി. അതുപോലെ തന്നെ എനിക്കൊരു പനി പോലും വന്നിട്ടില്ല. പീരീഡ്സ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പകുതിയാകുമ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്കാവും. അപ്പം നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ഒന്നും ചെയ്യരുത്. കണ്ടിന്യൂസ് ചെയ്യുക, മാറ്റി ചെയ്യുക. അതായത് എക്സസൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഒരു വീക്ക് 2 വീക്ക് ഒരു എക്സസൈസ് ആയിരിക്കും, പിന്നെ അടുത്ത വീക്ക് വേറെ ആക്കും. കാരണം കണ്ടിന്യൂസ് ഒരേ എക്സസൈസ് ആകുമ്പോൾ നമുക്കും മടുക്കും, നമ്മുടെ ബോഡിക്കും മടുക്കും. പിന്നെ ഫുഡ് ഇത് ഇപ്പം ഞാൻ സത്യത്തിൽ ഈ ഡയറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ 2 മാസം മാത്രം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഞാൻ മെയിൻ ഇപ്പം എൻ്റെ ഡെയിലി ലൈഫാണ്. ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഇപ്പം 2 ദോശ എന്നുള്ളത് 2 ദോശ. അതിൽ എനിക്ക് കൂടുതൽ കഴിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ച് വന്നാൽ അതുമായിട്ട് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ആവും. ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ആരും പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ആരും പറ്റത്തില്ല എന്നൊന്നും പറയരുത്. ഞാൻ നിങ്ങളെയൊക്കെ കാട്ടിലും ഏറ്റവും വലിയ മടിച്ചിയായിരുന്ന, എനിക്ക് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ ഞാൻ 14 കിലോ കുറച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തോരം കിലോ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും. പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിച്ചോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ കുറേ പൊടികൾ മേടിച്ച് കഴിക്കുക, അങ്ങനെ ഒന്നും ചെയ്യണ്ട. വീട്ടിലുള്ള സാധനങ്ങളുടെ അളവ് കുറച്ച്, കറികളുടെ അളവ് കുറച്ച് കഴിക്കുക, കൂട്ടുക. അതുപോലെ തന്നെ ഈ അരിയാഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക. അത്രയും ചെയ്യുന്ന ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വണ്ണം കുറയും. ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ വേറെ ആരും ഗ്യാരണ്ടി വേണ്ടല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ, നിങ്ങൾക്ക് പല അസുഖത്തിൽ നിന്നും ഇമ്മ്യൂണിറ്റി കൂട്ടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. എല്ലാവർക്കും വണ്ണം കുറയ്ക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ നേരുന്നു. അപ്പോൾ താങ്ക് യു.